ഹായ് ഗൈസ് ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് ബലറീന പടം കണ്ടു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ല, അതുകൊണ്ട് തന്നെ ഡയലോഗും കുന്തും ഒന്നും മനസ്സിലായില്ല. പിന്നെ സിനിമ കാണുമ്പം നമുക്ക് വിഷ്വൽ ഒരു ഇത് കിട്ടുമല്ലോ, വിഷ്വൽ സ്റ്റോറി അത് വെച്ച് മനസ്സിലാക്കിയതിടത്തോളം നല്ല അടിപൊളി കിണ്ണം കാച്ചിയ ഒരു ഫൈറ്റുള്ള പടം. ജോൺ വിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി മനസ്സിലാക്കാനോ അതിനോ ഇതിനൊന്നും അല്ല, അടി കാണാൻ. അടി എന്ന് പറഞ്ഞാൽ നല്ല കിണ്ണം കാച്ചി അടി, ചപ്പളം ചിപ്പളം അടിച്ച് റൊട്ടിയാക്കുന്ന പരിപാടി. അത് കാണാൻ വേണ്ടി കാണുന്ന പരിപാടിയാണ് ഈ ജോൺ വിക്ക് എന്ന് പറയുന്ന പോലെ പടം. പിന്നെ അതുപോലെ തന്നെ കുറേ പടങ്ങളുണ്ടല്ലോ, ഈ അടിപ്പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിൻ്റെ ഭാഷയും കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ലെങ്കിലും അടി കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമാണല്ലോ. അതുകൊണ്ട് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണുന്നില്ല ചേലാണെന്ന് പറയുന്ന പോലെ തന്നെ അടി കാണാനും നല്ല രസമാണ്. അങ്ങനെ കണ്ട പടമാണ്. പിന്നെ റിവ്യൂ ഇടാൻ വേണ്ടി പോയി കണ്ടതാണ്. മറ്റേതൊക്കെ ജോൺ വിക്ക് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതൊന്നുമല്ല, എല്ലാം മൊബൈലിലും ടി വിയിലൊക്കെ ഇട്ടിരുന്ന് കണ്ടത്. എന്ത് തന്നെയാണെങ്കിലും ഒന്നും പറയാനില്ല, അടിപൊളി. ഇതിൽ ഒരു പെങ്കൊച്ച് നായികയായിട്ട് വരുന്നുണ്ട്, എന്തോ അന്ന ഡേ അങ്ങനെ എന്തോ പേര്, അന്ന എന്നാണ് പേര്. ഒരു രക്ഷയില്ല. ജോൺ വിക്ക് മച്ചാനോട് കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഫൈറ്റ്. ജോൺ വിക്കിൻ്റെ അപ്പനായിട്ട് വരുമെന്ന് പറഞ്ഞാലും വലിയ മോശം പറയാനൊന്നുമില്ല. അവൾ പണിയെടുത്തിട്ടുണ്ടേ, അവളെ പണിയെടുത്തിട്ടുണ്ടോന്നല്ല, അവളെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഫൈറ്റ്. ഇതിനകത്ത് പുള്ളിക്കാരിയെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഇതിനകത്ത് ഫ്ലാഷ് ബാക്ക് കാണിച്ചാൽ തുടങ്ങുന്നത്. അതായത് ഇദ്ദേഹത്തിന് പുണ്ണിൻ്റെ സഹോദരനാണോ ആരാണോ അച്ഛനാണോ എന്താണ് കൊല്ലപ്പെടുന്നതും, പിന്നെ അതിനെ തുടർന്ന് ഈ പെങ്കൊച്ചിനെ ഈ ജോൺ വിക്ക് യൂണിവേഴ്സ് അങ്ങനെ എന്തോ ഏറ്റെടുത്തിട്ടോ ഇങ്ങനത്തെ സംഭവമാണ്. ട്രെയിൻ ചെയ്യുന്ന രീതിയുണ്ട്. ഈ ഡാൻസ് പിടിപ്പിക്കുക, നമ്മുടെ ഈ ഇതിനെ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ഇതിൻ്റെ തള്ളവരലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വാട്ടം കറങ്ങിയിട്ടൊക്കെ ഉള്ള പരിപാടി. അതുപോലൊക്കെ ട്രെയിൻ ചെയ്യുമ്പോഴുള്ള ടൈമിങ്ങും വീഴുന്നതിൻ്റെ ടൈമിങ്ങും അതും ഇതുമൊക്കെ കറക്റ്റായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫൈറ്റ് കാണിക്കുന്നത് ഈ പുള്ളിക്കാരി ഒരു ഐസ് വെച്ചിട്ടുള്ളൊരു DJ പാർട്ടി. ഐസ് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. ആ പാട്ടിൻ്റെ ഇടയിലൊക്കെ കാണിക്കുന്ന ആ ഐസിൻ്റെ ഇടയിൽ കിടന്നുള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ട്. അതായത് ഫസ്റ്റ് പുള്ളിക്കാരിക്ക് കൊടുക്കുന്ന ഒരു ഇത് എന്താ പറയുന്ന പ്രോജക്റ്റ് പുള്ളിക്കാരി കൈകാര്യം ചെയ്യുന്നത് അടി കൊണ്ട് തൂഫാനായി. പക്ഷേ എന്നിട്ടും വിട്ടുകൊടുക്കാതെ അവിടുന്ന് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പ്രോജക്റ്റിൽ എത്തുന്നു. പിന്നെ അങ്ങോട്ട് ആദ്യത്തെ ഒരു പതർച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചേച്ചിക്ക് ഒരു പതർച്ചയില്ല. അടി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, വരുന്നതിനെ പോകുന്നതിനെയൊക്കെ ചാപ്പറം ചീപ്പറം അടിച്ച് റൊട്ടിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ ജോൺ വിക്ക് അണ്ണനെ ഇതിനെ ഗസ്റ്റ് റോൾ ഉണ്ട് കേട്ടോ, അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. കാണിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഇത് LCU അതല്ല, LCU അല്ലല്ലോ, ജോൺ വിക്ക് യൂണിവേഴ്സ് അല്ലേ. അപ്പോൾ ജോൺ വിക്ക് യൂണിവേഴ്സ് ആകുമ്പോൾ അതിനകത്ത് അണ്ണനെ കാണിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അണ്ണനെ കാണിക്കുന്നുണ്ട്. അണ്ണനും ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അണ്ണനും ചേച്ചിയായിട്ട് ഫൈറ്റ് ഉണ്ട്. അതൊക്കെ വേറെ ലെവല്, എന്താ പറയുക. അതിന് ശേഷം അങ്ങോട്ട് അടി എന്ന് പറഞ്ഞാണ്ടല്ലോ, അടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു സീനുണ്ടേ. ഇതിനകത്ത് ഇവള് കാർ എടുത്തോണ്ട് പോയി കഴിയുമ്പോൾ ഈ കാറ് ഇടിച്ച് ഇത് റിട്ടേൺ കയറ്റി വന്നിട്ട് ഒരുത്തം വന്ന് ഇതാക്കും. അവൻ ഇപ്പം അതിനകത്ത് കോടാലിക്ക് അടി കൊണ്ടു കഴിഞ്ഞിട്ട് ഇവള് ഒരു കോടാലി എടുത്തിട്ട് ഒറ്റ കീച്ച് വെച്ചിട്ടുണ്ട് അവൻ്റെ മോന്തയ്ക്ക്. പിന്നെ സാധനം അത് അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു അതുപോലെ തന്നെ ഒരു ഗ്രനേഡിൻ്റെ പരിപാടിയുണ്ട്, അതൊക്കെ കോറിയോഗ്രാഫി ചെയ്തേക്കുന്നത് സമ്മതിക്കണം, സൂപ്പർ പരിപാടിയാണ്. എന്താണെങ്കിലും അടി കിട്ടി വെട്ടിപ്പോക ഇഷ്ടമുള്ളവനാണ്, ജോൺ വിക്ക് ഇഷ്ടമുള്ളവരാണോ പോയി കണ്ടോ. ഞെരിപ്പ് സാധനം, ഇപ്പം ധൈര്യമായിട്ട് പോയി കണ്ടു. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഈ ഡയറക്ടറാണ് ആരാണ് റൈറ്റർ ആരാണെന്നൊക്കെ നോക്കിയെടുത്ത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം റിവ്യൂ ഇട്ടിട്ട് പോകും. ഞാൻ ഇവിടെ വായി നോക്കിയിരിക്കേണ്ടി വരും. എന്തായാലും റിവ്യൂ ഇടുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യടേ. എൻ്റെ 62 സബ്സ്ക്രൈബേഴ്സിനോട് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും പോയി കണ്ടോ. ഓക്കെ.